ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കിരണിനെയും രതീഷിനെയും വേലുവിനെയും കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്, ജാമ്യം കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ ഈ പറയുന്ന നമ്മുടെ മാർട്ടിൻ അയാൾക്ക് ഭയങ്കര ദേഷ്യമാവുകയാണ്. അയാളെ ഒരുപാട് അപമാനിക്കുന്നുണ്ട് ആ കോടതി മുറിയിൽ വെച്ചിട്ട് നവീന്. അപ്പൊ അങ്ങനെ അവരോട് ദേഷ്യം കാണിച്ച് എന്തായാലും ഇതിന്റെ ഉറപ്പായിട്ടും ഇതിന്റെ സത്യാവസ്ഥ യഥാർത്ഥ പ്രതി ആരാണെന്ന് താൻ കണ്ടെത്തുമെന്നുള്ള ഒരു ഉറച്ച തീരുമാനവും എടുത്തിട്ടാണ് അവിടെ നിന്നും പോകുന്നത്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നവീനോട് ഒരുപാട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. ചന്ദ്രസേനായാലും അതുപോലെ കാർത്തികയായാലും അങ്ങനെ നമ്മുടെ വേലു വരെ നന്ദി പറഞ്ഞു പോവുകയാണ്. വേലു പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഇനി നാട്ടിലോട്ട് വരുമ്പോൾ തേൻ കൊണ്ടുവരുമ്പോൾ സാറിന് ഞാനൊരു കുപ്പി തേൻ തന്നിരിക്കും എന്നിങ്ങനെ പറഞ്ഞ് ശരിയെന്നാ പൊക്കോട്ടെ എന്നും പറഞ്ഞ് അവരവിടെ നവീൻ അവിടെ നിന്നും പോകുന്നുണ്ട്. എന്തായാലും രൂപയെ കാണാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ചന്ദ്രസേനനും അതുപോലെ കിരണും പോകുന്നത്. രൂപയുടെ വിഷമിച്ചിരിക്കുകയാണ്. കല്യാണി എന്തായാലും കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് തന്നെ അവൾക്ക് അന്വേഷിക്കുന്നുണ്ട്, പക്ഷെ ഈ കാര്യങ്ങൾ അറിയില്ല. അതുകൊണ്ട് തന്നെ രൂപയുടെ അരികിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ കിരണിനെ കാണുമ്പോൾ നമ്മുടെ ഇവള് ശാരി പറയുന്നുണ്ട്, അവൻ വന്നു എന്ന് പറയുകയാണ്. അവനെ ശിക്ഷിച്ചില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് മനസ്സിൽ. എന്നിട്ടും അഭിനയിച്ച് അങ്ങനെ നിൽക്കുകയാണ്, ചിരിച്ചു കൊണ്ടിട്ട്. മോൻ വന്നപ്പോഴൊരു ആശ്വാസമായതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അഭിനയിച്ച് നിൽക്കുകയാണ്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ അവിടെ നിന്നും നമ്മുടെ കിരൺ അവിടെ നിന്നും പോകുന്നത് നേരെ ഈ പറയുന്ന കല്യാണിയുടെ അരികിലേക്ക് തന്നെയാണ്. അപ്പൊ അതിനിടയിലാണെങ്കിൽ ഈ മാർട്ടിൻ നല്ല ദേഷ്യത്തിൽ തന്നെയാണ് അവിടെയുള്ള ആ ടേബിളിൽ കൈ അങ്ങനെ ഇടിക്കുകയും അതുപോലെ തന്നെ SIയോട് പറയുന്നുണ്ട്, ചന്ദ്രസേനൻ എന്ന് പറയുന്ന അയാളുടെ മകൻ തന്നെയാണ് ഈ കൊല ചെയ്തിട്ടുള്ളത്. ഉറപ്പായിട്ടും ഞാൻ അവനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. അവൻ ആ ഡെഡ് ബോഡി എവിടെയാണ് കുഴിച്ചിട്ടതെന്ന് വെച്ചാലും എവിടെ നിന്നിട്ടായാലും ഞാൻ മാന്തിക്കൊണ്ടുവരും. അത് ഉറപ്പാണ്. അത് അടുത്ത കോടതിയിൽ കാണാം എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ SI ഇങ്ങനെ CI അങ്ങനെ തർപ്പിച്ച് അങ്ങനെ പറയുകയാണ്. SIക്ക് ഇത് കേട്ടാൽ അധികം അങ്ങ് ദഹിക്കുന്നില്ല. എന്തായാലും SIക്ക് സന്തോഷമാവാണ് കിരണിനെ വെറുതെ വിട്ടതിന്റെ പേരിലേക്ക്. അതിനുശേഷമാണെങ്കിൽ അവര് അവിടെ നിന്നും പോവുകയാണ്. എന്തായാലും അന്വേഷണം കാരണങ്ങളൊക്കെ ആയിട്ട്. അതേ സമയത്ത് കാർത്തികയാണെങ്കിൽ ലക്ഷ്മി അമ്മയോടൊക്കെ സന്തോഷ വാർത്ത പറയുകയാണ്. അപ്പൊ ലക്ഷ്മി അമ്മയോട് പറയുന്നുണ്ട്, അയാള് ഡെഡ് ബോഡി കണ്ടെടുക്കുകയാണെങ്കിൽ എന്തായാലും തലക്കടിച്ച് മരണപ്പെട്ടു എന്ന് തന്നെയായിരിക്കും അറിയാൻ പോകുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അങ്ങനെ തന്നെയായിരിക്കും, തലയോട്ടി പൊട്ടിയിട്ടായിരിക്കും മരിച്ചിട്ടുണ്ടായിരിക്കുക എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കിരൺ രക്ഷപ്പെട്ടതിൽ പ്രകാശനും അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്മി അമ്മയ്ക്കൊക്കെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ആ ഒരു സന്തോഷം അവരങ്ങനെ അറിയിക്കുകയും ചെയ്യുകയാണ്. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ കല്യാണി അങ്ങനെ കിടക്കണ സമയത്ത് വീണ്ടും ഈ കിരണിനെ തന്നെയാണ് ചോദിക്കുന്നത്. അപ്പൊ ആ സമയം കല്യാണി പറയുന്നുണ്ട് കാദംബരിയോട്, ലക്ഷ്മി അമ്മയും അതുപോലെ കിരണേട്ടന്റെ അച്ഛനും അമ്മയും ഒന്നും എന്നെ ഇതുവരെ കാണാൻ വന്നിട്ടില്ല. അവർക്ക് എന്റെ ഈ കിടപ്പ് കണ്ട് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് കാണാൻ വരാത്തത്. എന്തായാലും കുറച്ച് ദിവസത്തിനുള്ളിൽ ഞാൻ തിരികെ വീട്ടിലോട്ട് പോകുമല്ലോ എന്നുള്ളൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും കാദംബരി നമ്മുടെ കല്യാണിയുടെ അരികിൽ നിന്നും പുറത്തേക്ക് അങ്ങനെ കടക്കുകയാണ്. ആ സമയത്താണെങ്കിൽ അവിടേക്ക് സ്റ്റെഫി വരികയാണ്. സ്റ്റെഫി കല്യാണിയെ കാണുവാനും അതുപോലെ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവളെ ഇല്ലാതാക്കുവാനും വേണ്ടി തന്നെയാണ് അവിടേക്ക് എത്തുന്നത്. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ കാദംബരി സ്റ്റെഫി വരുന്നത് കാണുകയാണ്. അപ്പൊ കാദംബരി ചോദിക്കുന്നുണ്ട്, നീ എവിടേക്കാ, നീ എങ്ങോട്ടാ വരുന്നത് എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവളെ തടഞ്ഞു നിർത്തിയതിന് ശേഷം അവളെ ഒരുപാട് അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ്. എന്തായാലും കാദംബരിയും അതുപോലെ നമ്മുടെ സ്റ്റെഫിയും തമ്മിൽ അവിടെ വാക്ക് തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. അങ്ങനെ അവിടെ നിന്നും നാണം കേട്ട് കല്യാണിയെ കാണാൻ പോലും പറ്റാതെ അവിടെ നിന്നും പുറത്തിറങ്ങുകയാണ് നമ്മുടെ സ്റ്റെഫി പുറത്തിറങ്ങുന്ന സമയത്താണ് അവിടേക്ക് കിരൺ വരുന്നത്. അപ്പൊ കിരണിനെ കണ്ടൊന്ന് പേടിച്ച് നിൽക്കുകയാണ്. പേടിക്ക് മാത്രമല്ല, ഞെട്ടി നിൽക്കുകയാണ്. കാരണം അവൻ പുറത്തിറങ്ങിയ സത്യം അപ്പോഴാണ് സ്റ്റെഫി മനസ്സിലാക്കുന്നത്. അപ്പോ കിരൺ ചോദിക്കുന്നുണ്ട്, എന്താ ഈ ആശുപത്രിയിൽ എന്ന് ചോദിക്കുകയാണ്. നീ എന്താ ഈ ഹോസ്പിറ്റൽ, അപ്പൊ എനിക്ക് എന്താ ഇവിടേക്ക് വന്നൂടെ എന്ന് ചോദിക്കുകയാണ്. ഇവിടേക്ക് വരാം, പക്ഷെ ഇവിടെ എന്റെ ഭാര്യ അവിടെ കിടക്കുന്ന കാര്യം നിനക്കറിയാലോ, അതുകൊണ്ടാണ് ഞാൻ എന്തിനാ ഇവിടേക്ക് വന്നത് എന്ന് ചോദിച്ചത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് നമ്മുടെ സ്റ്റെഫി നീ ഇറങ്ങിയോ എന്ന് ചോദിക്കണം. അപ്പൊ പിന്നെ നീ എന്താ വിചാരിച്ചത്, എല്ലാ സമയത്തും ഞാൻ അവിടെ തന്നെ കിടക്കുമെന്നോ? എന്തായാലും നിന്റെ കാമുകൻ എന്ന് പറയുന്ന ആള് അവൻ മരണപ്പെട്ടടി, ഇനിയിപ്പൊ നീ ആരെ കാണിക്കാനാണ് ഇങ്ങനെ നടക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അവൾ അങ്ങനെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും മോശം രീതിയിൽ സംസാരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ വെല്ലുവിളികൾ അവിടെയും നടത്തുന്നുണ്ട്. സ്റ്റെഫി പറയുകയാണ്, നോക്കിക്കോടാ, എന്റെ ഗംഗയെ കൊന്നത് നീയാണെങ്കിൽ ഉറപ്പായിട്ടും നിയമത്തിന്റെ മുന്നിൽ നിന്നെ ഞാൻ കൊണ്ടുവന്നിരിക്കും, നിന്നെ ജയിലിൽ
നടക്കുക തന്നെ ചെയ്യും, നീ വലിയ സന്തോഷിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവളും അങ്ങനെ വെല്ലുവിളികളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ സ്റ്റെഫി നേരെ പോകുന്നത് മാർട്ടിനെ കാണാൻ തന്നെയാണ്. അങ്ങനെ മാർട്ടിനെ ചെന്ന് കാണുന്നുണ്ട്. മാർട്ടിനോട് പറയാണ്, എന്താ സാർ ഇതൊക്കെ, അവനെ തെളിവ് സഹിതം സാറ് പിടിച്ചതല്ലേ, അവരൊക്കെ കുറ്റം സമ്മതിച്ചു എന്ന് പറഞ്ഞതല്ലേ, ഇതെന്താ ഇങ്ങനെയൊക്കെ എന്ന് ചോദിക്കുകയാണ്. അവിടെ ചെന്നപ്പോൾ അവരതൊക്കെ മാറ്റി പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. നീ പൊക്കോ, നീ അല്ലെങ്കിൽ എനിക്കിവിടെ ആകെ തലയ്ക്ക് ഭ്രാന്തായിട്ടിരിക്കുകയാണ്. ഇതെന്തായാലും ഈ കേസ് എൻ്റെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ തന്നെയാണ്, അതുകൊണ്ട് തന്നെ ഞാനിത് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും ഇതുമായിട്ട്. അത് നീ പറഞ്ഞത് കൊണ്ടൊന്നല്ല, അതുകൊണ്ട് നീ ഇവിടെ വന്ന് കയറി ഇറങ്ങി നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മാർട്ടിൻ സ്റ്റെഫി അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ്. എന്തായാലും അതിനുശേഷം കിരൺ ആണെങ്കിൽ കല്യാണിക്ക് അരികിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ കല്യാണിക്ക് അരികിലേക്ക് ചെല്ലുമ്പോൾ കല്യാണിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അപ്പൊ കല്യാണി പറയുകയാണ്, എവിടെയായിരുന്നു കിരണേട്ട ഇത്രയും നേരം? ഞാൻ കിരണേട്ടനെ അന്വേഷിക്കാത്ത ഒരു സമയം പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ സമയം ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കല്യാണി എന്ന് പറയുകയാണ്. എന്താ കിരണേട്ടൻ മുഖത്തൊക്കെ ഒരു വല്ലാത്ത ക്ഷീണം പോലെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് നമ്മുടെ കിരൺ തന്നെ എല്ലാ സത്യങ്ങളും കല്യാണിയോട് പറയുകയാണ്. കല്യാണി, നീ വിചാരിക്കുന്ന പോലെയല്ല, മാർട്ടിൻ പണി പറ്റിച്ചു. എന്നെയും വേലുവിനെയും അതുപോലെ രതീഷിനെയൊക്കെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടു. ഒരു ദിവസം ഞങ്ങൾ അവിടെയായിരുന്നു. വേലുവിനെയൊക്കെ ഒരുപാട് തല്ലി അയാൾ. സത്യങ്ങൾ വേലു ഒടുവിൽ കുറ്റം സമ്മതിക്കുകയാണ് ചെയ്തത് എന്നെയൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. പക്ഷേ നവീൻ അവൻ ഇവിടേക്ക് കോടതിയിലേക്ക് വന്നിരുന്നു. വക്കീൽ അച്ഛനൊക്കെ ചെന്ന് കണ്ട് അവൻ വന്നിട്ട് ഒടുവിൽ നവീന്റെ ആ ഒരു മിടുക്ക് കൊണ്ട് മാത്രമാണ് ഞങ്ങളിപ്പോൾ പുറത്തിറങ്ങിയത്. എന്തായാലും ആ CI തുടർന്ന് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകും. അപ്പൊ ഇനി എന്താ ഉണ്ടാകാൻ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്തായാലും അത് കേൾക്കുന്ന കല്യാണിക്ക് സങ്കടം വരികയാണ്. കല്യാണി പറയുന്നുണ്ട്, കിരണേട്ട ഇനി എന്താ ചെയ്യാന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ പറയും. നീ വിഷമിക്കേണ്ട, എന്തായാലും നമുക്ക് എന്തൊരു വഴിയിൽ കാണാം എന്നൊക്കെ പറഞ്ഞങ്ങനെ അവളെ സമാധാനിപ്പിച്ച് അങ്ങനെ അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ കല്യാണിയുടെ അസുഖമൊക്കെ ഏകദേശം ഭേദമായി അവളെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അതുപോലെ തന്നെ അവൾക്ക് അവിടെ നല്ല ആശ്വാസമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ സ്റ്റെഫി ആണെങ്കിൽ പരോള് കഴിഞ്ഞ് തിരികെ പോവുകയും ചെയ്യുന്നുണ്ട്. ഈ മാർട്ടിൻ ആണെങ്കിൽ കേസുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പൊ മാർട്ടിന് സംശയം ആ തെങ്ങും തൈ ഇരിക്കുന്ന സ്ഥലം അവൻ ഒരു പ്രാവശ്യം വന്ന് കണ്ടിട്ടുണ്ടല്ലോ. എന്തായാലും അവിടെ കുഴിച്ച് അവിടെ നിന്നും ഗംഗയുടെ ഡെഡ് ബോഡി കണ്ടെത്തുകയും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഈ പറയുന്ന ഇരുമ്പ് തണ്ടിന്റെ കൈവിരൽ അടയാളങ്ങൾ ആരുടേതാണെന്ന് കണ്ടെത്തുകയും അപ്പോൾ മനസ്സിലാകും എന്തായാലും അത് കിരണും രതീഷും നമ്മുടെ രതീഷും വേലു ഒന്നുമല്ല എന്ന് മനസ്സിലാക്കുകയും അത് ചെയ്യുന്നുണ്ട്. അങ്ങനെ യഥാർത്ഥ കൊലയാളിയെ മുന്നോട്ട് കൊണ്ടുവരികയാണ്. എന്തായാലും ഒടുവിൽ നമ്മുടെ സ്റ്റെഫി അല്ല, ഒടുവിൽ മാർട്ടിൻ നമ്മുടെ കിരണോടൊക്കെ മാപ്പ് പറയുന്നുണ്ട്. ഒരുപാട് തെറ്റിദ്ധരിച്ചു നിങ്ങളെ ഞാൻ. എന്തായാലും എൻ്റെ മുന്നിൽ ഒരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ അത് സത്യസന്ധമായി അന്വേഷിക്കണമെന്നാണ് എൻ്റെ ഒരു ഇത്. അതുകൊണ്ടാണ് നിങ്ങളാണ് അതിൽ തെറ്റ് ചെയ്തതെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയത്. എന്തായാലും നിങ്ങളോടൊക്കെ എനിക്ക് ബഹുമാനമാണ് ഇപ്പോൾ തോന്നുന്നത്. ഇത്രയും ഈ ഗംഗാപ്രസാദ് എന്ന് പറയുന്ന ആളെ ഇത്രയും നിങ്ങൾ സഹിച്ച്, അതുപോലെ തന്നെ കൊന്നില്ലല്ലോ നിങ്ങൾ, മറ്റൊരാളല്ലേ കൊന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എൻ്റെ ഭാഗത്തുമുണ്ട് തെറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മാർട്ടിൻ അവിടെ നിന്നും പോവുകയാണ്. അതിനുശേഷമാണെങ്കിൽ മനോഹറൊക്കെ കാര്യങ്ങളൊക്കെ വ്യക്തമായി അറിയുന്നുണ്ട്. അപ്പം അതേ സമയത്ത് ഈ പറയുന്ന വിക്രവും പെങ്ങന്മാരെ കൊല്ലണം എന്ന് പറഞ്ഞങ്ങനെ നടക്കുകയാണ്. എന്തായാലും വിക്രത്തിന് പെങ്ങന്മാരെ കൊല്ലാനൊന്നും നടക്കില്ല. അങ്ങനെ അവൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പ്രകാശന്റെ കൈകൊണ്ട് വിക്രത്തിന്റെ മരണമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ മൗനരാഗം എപ്പിസോഡ്. എന്തായാലും ക്ലൈമാക്സിലൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.